നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് മോദി സർക്കാർ ഉറപ്പു തരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. മോദി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് ഒരു ദേശീയ മാധ്യമത്തിനോട് സംസാരിക്കവെയാണ് അമിത് ഷാ പറഞ്ഞത്. ഛത്തീസ്ഗഡിലെ കങ്കർ ജില്ലയിൽ 29 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച ഓപ്പറേഷനെക്കുറിച്ച് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ ഒരിക്കലും കേന്ദ്ര സർക്കാരിനോട് സഹകരിച്ചിരുന്നില്ല. എന്നാൽ സർക്കാർ മാറിയതോടുകൂടി സംസ്ഥാനത്തിന്റെ മുൻഗണനയിലും മാറ്റം വന്നു. ഇക്കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 86 കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് വധിച്ചത്. 29ഓളം പേർ കീഴടങ്ങുകയും ചെയ്തു. അതേസമയം സുരക്ഷാ സേന നടത്തിയ ഈ ഓപ്പറേഷനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ കോൺഗ്രസിന് വിവേകം നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നതെന്നും അമിത് ഷാ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് രാജ്യത്തിന് 1/3 ഭാഗവും ഈ ഭീകരതയുണ്ടായിരുന്നു. 10 വർഷത്തെ BJP സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ കമ്മ്യൂണിസ്റ്റ് ഭീകര മേഖലകളിൽ 250 സുരക്ഷാ ക്യാമ്പുകളാണ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജാർഖണ്ഡ്, ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഈ വിപത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വന്നുവെന്ന് തനിക്ക് പറയാൻ സാധിക്കുമെന്നും അമിത് ഷാ പറയുകയുണ്ടായി.